അതല്ലാതെ ഏട്ടൻ എന്താ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ല എടുത്തി. ഈശ്വര, ആന്റി അല്ലേ അച്ഛനെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയത്? പുറത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു എന്നും പറയുന്നു. എന്നിട്ടിപ്പോ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്ന് പറഞ്ഞ അതെങ്ങനെയാ ആന്റി? അങ്ങനെയല്ലാതെ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? അറിയാവുന്ന കാര്യമാണെങ്കിൽ അറിയാമെന്ന് പറയും, അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയും. അമ്മേ, ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മ അച്ഛനെയും കുട്ടി പുറത്തുപോയി. അവിടെ വെച്ച് നിങ്ങൾ എന്താ സംസാരിച്ചത്? അമ്മയ്ക്ക് അച്ഛനോട് എന്തെങ്കിലും അങ്ങനെ സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് വീട്ടിൽ വെച്ച് ആകാവുന്നില്ലേ? എന്തിനാ പുറത്തുപോയത്? അത് വേറൊന്നും ഇല്ല ഗൗതം. ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്തു പോയെന്നേ ഉള്ളൂ. അല്ലാതെ അത്ര വലിയ സീരിയസ് മാറ്റർ ഒന്നും ആയിരുന്നില്ല. സീരിയസ് മാറ്റർ അല്ലാന്ന് ആന്റി വെറുതെ പറയാ. ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ടെന്ന് തന്നെയല്ലേ ആന്റി വീട്ടിൽ വെച്ച് അച്ഛനോട് പറഞ്ഞത്? അത് ഞാൻ കേട്ടതാ. എനിക്ക് സുഖമില്ല, പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ എത്ര പ്രാവശ്യം ഒഴിഞ്ഞതാ. എന്നിട്ട് ആന്റി സമ്മതിച്ചോ? നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയതല്ലേ? എന്നിട്ടിപ്പോ അത്ര വലിയ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ? വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യമൊന്നും പറഞ്ഞ് അച്ഛനെ വിളിച്ചോണ്ട് പോയപ്പോ എവിടേക്ക് പോകുന്നു എന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഓട്ടോയിൽ പുറകെ നിങ്ങളെ ഫോളോ ചെയ്തത്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ആന്റിയുടെ കാർ എനിക്ക് മിസ്സായി. ഒരു വിധത്തിൽ ഞാൻ പലയിടത്തും അന്വേഷിച്ചെത്തുമ്പോ അച്ഛൻ ഒരിടത്ത് ബോധമില്ലാതെ കിടക്കുന്നതാ ഞാൻ കണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അച്ഛന് ബോധം പോകുന്നതിനിടയിൽ അച്ഛൻ ആന്റിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നാ അറിയേണ്ടത്. ആന്റി അച്ഛനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് കാരണമാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നാടക്കടി, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്റെ ഏട്ടനെ ഞാൻ കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയെന്നാണോ? അമ്മേ, അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല. അമ്മയും അച്ഛനും ഒരുമിച്ചല്ലേ വീട്ടിൽ നിന്ന് പുറത്തുപോയത്. അമ്മ തനിച്ച് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു. അമ്മ എന്തിനാ അച്ഛനെ തനിച്ചാക്കിയിട്ട് വന്നത്? എടാ, നീ എന്താ ഗൗതം ഇവളെ പോലെ എന്നോട് സംസാരിക്കുന്നേ? ഞങ്ങള് പോയി സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഏട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ഭഗവതി. ആയിക്കോട്ടെ, ആന്റി ഒന്നും അറിഞ്ഞില്ല, സമ്മതിച്ചു. പക്ഷേ അച്ഛനോട് ആന്റി എന്താ സംസാരിച്ചത്? എന്റെ ഏട്ടനോട് ഞാൻ ഇഷ്ടമുള്ളത് സംസാരിക്കും. അത് നിന്നോട് വിവരിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. മനസ്സിലായോ നിനക്ക്? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ തലയിടണ്ട. അച്ഛൻ എന്താണ് സത്യത്തിൽ സംഭവിച്ചെന്ന് അറിയണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്നത്. ഡോക്ടർ, ഞാൻ ഗോപിനാഥിന്റെ മകനാണ്. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഹീസ് ഓക്കെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു മൈൽഡ് അറ്റാക്ക് ആയിരുന്നു. അയ്യോ മോനെ. പെട്ടെന്ന് തന്നെ എത്തിച്ചതുകൊണ്ട് വേറെ സീരിയസ് ആയിട്ടൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമോ ഡോക്ടർ? ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. കുറച്ചു കഴിഞ്ഞ് റെഡിയാവും. പിന്നെ ഒരുപാട് സംസാരിപ്പിക്കണ്ട. ടെൻഷൻ വരുന്ന കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ? എന്റെ ഭഗവാനെ കാത്തോള്. അമ്മേ, ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അമ്മ സമാധാനായിട്ടിരിക്കുക. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് എന്തായാലും അച്ഛൻ പറയുമല്ലോ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്താണെന്ന്. ഇതും കൂടെ ബാഗിനകത്ത് വെച്ചോ. നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നേ? അച്ഛന് കുഴപ്പമൊന്നും കാണത്തില്ല. അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കൂടെ എടുത്തു വെക്ക്. അപ്പോ അച്ഛൻ ഉടനെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ഏട്ടാ? മോളെ, ഒരു ദിവസത്തേക്കാണെങ്കിൽ അമ്മയ്ക്ക് മാറി കൊടുക്കാനുള്ള വേറെ ഡ്രസ്സ് വേണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ.
എനിക്കുള്ളിൽ എന്തോ ഒരു പേടി. ആശുപത്രിയിൽ നിന്ന് ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഒന്നുകൂടി ഒന്ന് വിളിക്കേട്ടാ. ഇതിനിടയ്ക്ക് ഞാൻ ഏട്ടനെയും വിളിച്ചു, ഏട്ടത്തെയും വിളിച്ചു. ഏട്ടത്തെ എടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചോളാന്നാ പറഞ്ഞത്. ഏട്ടനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അയ്യോ, അപ്പൊ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നേ. എന്താ ഇത്? നീ ഒന്ന് സമാധാനപ്പെടും മോളെ. എന്തായാലും നമ്മൾ ആശുപത്രിയിലോട്ട് പോവല്ലേ? ആ ഇതാ ഏട്ടനാ. ആ ഏട്ടാ പറ. എടാ പേടിക്കണമെന്നില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒരു മൈനർ അറ്റാക്ക് അത്രേ ഉള്ളൂ. സത്യമാണോ ഏട്ടാ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളോട് കയറി കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഏട്ടാ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും വേണോ? തൽക്കാലം നിങ്ങൾ ഇറങ്ങണ്ട. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിക്കണേ ഏട്ടാ. ടെൻഷൻ കാരണം ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നേ. അപ്പം ചേട്ടാ ഫോൺ കട്ട് ചെയ്ത് കളയല്ലേ. എടാ ടെൻഷനാവാൻ വേണ്ടി ഒന്നുമില്ല. അച്ഛനും ഓക്കെയാണ്. ഞാൻ വിളിച്ചോളാം. ആ പിന്നെ യാമിനോടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാ ശരി, ഞാൻ വെക്കുകയാണേ. ഓ ശരി ഏട്ടാ. എന്നെന്താ പറഞ്ഞേ? മോളെ അച്ഛനൊരു കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ഏട്ടൻ വിളിച്ചോളാം എന്നും പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിയാൽ മതിയെന്നു. നീ ഒരു കാര്യം ചെയ്ത് നീ അമ്മയുടെ ഡ്രസ്സ് എടുത്ത് കുറച്ച് ബാഗിനകത്ത് വെച്ചേ. കുഴപ്പമൊന്നുമില്ല, സാറ് സേഫാണ്. സാറിന്റെ റിലേറ്റീവ്സ് പുറത്തു നിൽപ്പുണ്ട്. അവര് കാണണമെന്ന് പറഞ്ഞു. വിളിക്കട്ടെ? കാണണമെന്നുള്ളവർക്ക് കാണാം. അധികം നേരം അകത്ത് നിൽക്കാതിരുന്നാ മതി. ശരി സിസ്റ്റർ. അയ്യോ, എന്താ ഗോപേട്ട, എന്താ പറ്റിയ? ഏയ് ഒന്നുമില്ല, സേഫാണെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? എനിക്കൊന്നുമില്ല പാറു, നീ കരയാതിരിക്കുക. അച്ഛാ ഇപ്പൊ അസ്വസ്ഥത വല്ലതും തോന്നുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം അത്രയുള്ളൂ. ഒരു കുഴപ്പമില്ലാതെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതല്ലായിരുന്നു. പിന്നെ എപ്പോഴാ ഗോപേട്ട തിരിച്ചു വന്നത്? വീണ്ടും എന്തിനാ പുറത്തു പോയത്?